എല്ലാവർക്കും ജൊറാനാസ് കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്കത് ദോശയുടെ റെസിപ്പി ചെയ്യാം. അപ്പോൾ ദോശ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് കൂടിയാണ് ഈ റെസിപ്പി. ഇതൊരു റിക്വസ്റ്റഡ് റെസിപ്പിയാണ്. പഞ്ഞി പോലത്തെ ദോശ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് അപ്പോൾ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു റെസിപ്പിയാണ് ഞാനിവിടെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കണോട് കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോസ് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ അതിലേക്കായിട്ട് ഞാനിവിടെ പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. സാധാരണ നമ്മൾ പലഹാരം ഉണ്ടാക്കുന്ന പച്ചരി അതാണ് എടുത്തിരിക്കുന്നത്. അതൊരു 3 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഈ ഒരു ഗ്ലാസ്സിൽ 3 ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. കപ്പാണെങ്കിൽ 3 കപ്പ്. അപ്പോൾ ഇതിലാണ് അളവ് പാത്രം എടുക്കുന്നത്, അതിൽ 3 പാർട്ട് എടുക്കുക. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഇതുപോലെ തോടുള്ള ഉഴുന്നാണ് ഉപയോഗിക്കുന്നത്. എനിക്ക് ഈ ഒരു ഉഴുന്ന് ഉപയോഗിക്കുമ്പോഴാണ് നല്ല ഫ്ലഫി ദോശ കിട്ടിയിട്ടുള്ളത്. മറ്റേ ഉഴുന്ന് തോട് ക്ലീൻ ചെയ്ത ഉഴുന്നിനേക്കാളും ബെറ്ററായിട്ട് ഫീൽ ചെയ്തിട്ടുള്ള ഈ ഒരു ഉഴുന്ന് ഉപയോഗിച്ച് ചെയ്യുമ്പോഴാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഉഴുന്നിലാണ് എപ്പോഴും ദോശ ഉണ്ടാക്കുമ്പോൾ എടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഉലുവ വേണം. ഉലുവ ഒരല്പം കൂടുതൽ വേണം. ദോശയ്ക്കാകുമ്പോൾ ഒരല്പം കൂടുതൽ ഉലുവ വേണം. അപ്പോൾ 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഉലുവ. ഇനി നമുക്ക് ഈ അരി ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ അത് നല്ലതായിട്ടൊരു 3-4 പ്രാവശ്യം ഒന്ന് നല്ല ക്ലീൻ വാട്ടർ കിട്ടുന്നവരെ ഒന്ന് വാഷ് ചെയ്യാം. എന്നിട്ട് ഒരു 4 മണിക്കൂർ ഇത് കുതിരാനായിട്ട് വയ്ക്കുക. അപ്പോൾ ഉഴുന്നും ഇതുപോലെ തന്നെ നല്ലോണം കഴുകിയതിന് ശേഷം 4 മണിക്കൂർ കുതിരാനായിട്ട് വയ്ക്കുക. അപ്പോൾ ഇതിനി കുതിർന്നതിന് ശേഷം ഇത് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ ഇതൊരു ക്ലീനിങ് ഒരു ജോലിയുണ്ട്. ഇത് 3-4 പ്രാവശ്യം നമ്മളിങ്ങനെ ഈ വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഒഴിക്കുമ്പോഴേക്കും ഇതിൻ്റെ അപ്പോൾ ഈ ഒരു ജോലി മാത്രമാണ് ഈ ഉഴുന്ന് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ചെയ്യാനുള്ളത്. വേറെ എല്ലാം എളുപ്പം ചെയ്യാം. അപ്പോൾ ഇത് കുറച്ച് 10 മിനിറ്റെങ്കിലും എടുക്കും ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വെള്ളം മാറ്റി ഒഴിച്ചാൽ മതി. അപ്പോൾ ഈ തോട് കംപ്ലീറ്റ് ആയിട്ടും റിമൂവ് ആവും. കൈ കൊണ്ടൊന്ന് അമർത്തിയതിന് ശേഷം ഒഴിച്ചാൽ മതി. അപ്പോൾ ഇതിപ്പം കംപ്ലീറ്റ് ആയിട്ടും റിമൂവ് ആയിട്ടില്ല, കാരണം ഇതിനകത്ത് മുഴുവനെയുള്ള ഉഴുന്ന് കുറച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് പെറുക്കി മാറ്റാം, അതല്ലെങ്കിൽ അതിനകത്തിട്ട് അരയ്ക്കാം. ഞാനിപ്പോൾ എന്തായാലും ഇതിലിട്ട് അരയ്ക്കുകയാണ്, ഇത് മാറ്റുന്നില്ല. അപ്പോൾ ഇത് വേണ്ടെന്നുണ്ടെങ്കിൽ അതങ്ങ് മാറ്റി കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇതും ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ 3/4 ഗ്ലാസ് ചോറ്, നമ്മൾ സാധാരണ കഴിക്കുന്ന ഈ ഒരു മട്ടയരിയുടെ ചോറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. പച്ചരി ഞാൻ എടുക്കാറില്ല, എപ്പോഴും ഈ ഒരു മട്ടയരിയാണ് ചേർക്കുന്നത്. കാരണം ദോശയ്ക്കൊരു കളർ കിട്ടണം, ഒരു മുരിഞ്ഞ കളറൊക്കെ വരണമെങ്കിൽ ഈ ഒരു റൈസ് തന്നെ ചേർക്കണം. എൻ്റെ ഒരു അനുഭവം അതാണ്. ഈ ഒരു റൈസ് ചേർക്കുമ്പോഴാണ് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നല്ല ഫൈനായിട്ടൊന്നും അരയ്ക്കേണ്ട, ഒരല്പം ഒരു റവയുടെ ഒരു തരി നമുക്കത് വേണം. ഇനി ഉഴുന്ന് അരയ്ക്കാം. ഉഴുന്നും ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് ഐസ് വാട്ടർ, ഇത് രണ്ടും ഐസ് വാട്ടറിൽ നല്ല തണുത്ത വെള്ളത്തിൽ അരച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇത് ഈ ജാർ ഒന്ന് ഹീറ്റപ്പ് ആവുന്നത് ഒന്ന് തടയാൻ പറ്റും നമ്മൾ ഐസ് വാട്ടറിലാണ് ചെയ്യുന്നതെങ്കിൽ. അപ്പോൾ ഐസ് വാട്ടർ ഉപയോഗിച്ച് നമ്മളിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇത് എപ്പോഴും ഈ മാവ് എപ്പോഴും കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. കൈകൊണ്ട് കലക്കി വയ്ക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ അങ്ങനെ പറ്റുമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യുക, കൈകൊണ്ട് തന്നെ കലക്കി വയ്ക്കുക. ഇനി ഇതൊരു 8-10 മണിക്കൂറെങ്കിലും നമ്മളിത് ഫെർമെൻറ്റേഷന് വേണ്ടി മാറ്റി വയ്ക്കുക. അപ്പം ഞാൻ ഈ ചേർത്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ട് ദോശ ഉണ്ടാക്കി നോക്കുക. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഫ്ലഫി ആയിട്ടുള്ള ദോശ കിട്ടും. ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്താൽ മതി. പിന്നെ ഉഴുന്നിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ഉഴുന്നാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു റെസിപ്പി പോസ്റ്റ് ചെയ്തത്. അപ്പോൾ ഇത് ഞാൻ 8 മണിക്കൂർ ഇതിങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലതായിട്ടൊന്ന് ഫെർമെൻറ്റേഷൻ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നമുക്കിത് ആവശ്യത്തിനുള്ള വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നല്ല കട്ടിയുള്ള ദോശയാണെങ്കിൽ ഇത് വെള്ളം ചേർക്കണ്ട, കുറച്ച് ലൂസ് ആക്കണമെങ്കിൽ ആക്കാം. അപ്പോൾ ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ ഇതിലിനി ഞാൻ വെള്ളമൊന്നും ചേർക്കുന്നില്ല, ഇതിങ്ങനെ തന്നെ ഉണ്ടാക്കുന്നത്. കട്ടിക്കുള്ള ദോശയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നോൺ സ്റ്റിക്ക് ഉപയോഗിക്കാത്ത കാരണം ഈ ഒരു ദോശക്കല്ലിലാണ് ദോശ ചെയ്യുന്നത്. അപ്പോൾ എണ്ണയെല്ലാം പുരട്ടിയതിന് ശേഷം നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ദോശ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ റെസിപ്പി പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്ത് നല്ല ഫ്ലഫി ആയിട്ടുള്ള നല്ല പഞ്ഞി പോലത്തെ ദോശ കിട്ടും. നമുക്ക് ഈ ഒരു റെസിപ്പിയിൽ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിൻ്റെ ചുറ്റും കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ വേണമെങ്കിൽ ഒഴിവാക്കാം, എണ്ണ ഓയിൽ ഫ്രീ ആയിട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം. പക്ഷേ നല്ലയിടത്തൊന്ന് മൊരിഞ്ഞ് വരണമെങ്കിൽ കുറച്ച് എണ്ണ ഇതിൻ്റെ പുറത്തൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 2 സൈഡും നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കുക. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള പഞ്ഞി പോലത്തെ ദോശ നമുക്ക് ഈ ഒരു റെസിപ്പിയിലൂടെ കിട്ടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എപ്പോഴും ദോശയുടെ പുറം ഇങ്ങനെ ഈ ഒരു കളറിൽ കിട്ടാൻ നമുക്ക് നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശയായിരിക്കും അത്. ഇങ്ങനൊരു കളറ് വരണം ദോശയ്ക്ക്.
അപ്പോൾ ഇത് അടുത്ത ദോശയും കൂടെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഈ ബബിൾസൊക്കെ വരുന്നുണ്ടല്ലോ, അതൊക്കെയാണ് അതിൻ്റെ ഒരു സ്റ്റേജ്, നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാനുള്ള സ്റ്റേജ്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ എല്ലാ ദോശയും നമുക്ക് ചുട്ടെടുക്കാം. ഇപ്പോൾ തന്നെ ഇവിടെ നല്ല മണമുണ്ട് ദോശയുടെ. ഇരുമണം വരണം ദോശ ഉണ്ടാക്കുമ്പോൾ. ആ ഉഴുന്നൊക്കെ ഇങ്ങനെയുള്ള ഉഴുന്നൊക്കെ ഉപയോഗിച്ചിടുമ്പോൾ നല്ല ദോശയാണ് കിട്ടുന്നത്. ഇനി നമുക്ക് ചട്നി ഉണ്ടാക്കാം. ദോശയ്ക്ക് സെർവ് ചെയ്യാനുള്ള ഒരു ഈസി ചട്നിയാണ്. ഇപ്പോൾ തേങ്ങ വേണം, കുറച്ച് ഉള്ളി കൂടുതൽ വേണം, അത്രേ ഉള്ളൂ. ഇതിനകത്ത് മെയിനായിട്ട് ചേർക്കുന്ന ഉള്ളിയാണ്, ചെറിയ ഉള്ളിയാണ് ചേർക്കുന്നത്. അതൊരു 3-4 എണ്ണം അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സിയിൽ വെച്ചിട്ട് നല്ലതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഒരുപാടൊന്നും അരയ്ക്കണ്ട, ചെറുതായിട്ടൊന്ന് നമ്മൾ തോരൻ്റെയൊക്കെ ഒരു ലെവലിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞ് ഇതൊന്ന് കടുവറുത്തെടുക്കുക, അത്രേ ഉള്ളൂ. കടുവറുക്കാൻ നേരത്ത് അതിലും നല്ലതായിട്ട് ഉള്ളി ചേർക്കണം. പുള്ളിയുടെ ഒരു ടേസ്റ്റാണ് ഇതിൽ മുന്നിട്ട് നിൽക്കുന്നത്. പുള്ളി ഒന്ന് ബ്രൗൺ ഷെയ്ഡ് ആവുന്നത് വരെ ഒന്ന് ചൂടാക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന ജാറിലിരിക്കുന്ന ആ ചട്നി എടുത്ത് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. അപ്പം നല്ല ഒരു കട്ടി ആയിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ളൊരു കോക്കനട്ട് ചമ്മന്തി ചേർത്തിട്ട് നമുക്ക് ഈ ദോശ സെർവ് ചെയ്യാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ ഡിന്നറോ ഒക്കെ ആയിട്ട് ഇതിന് നമുക്ക് എടുക്കാം. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്ത് നോക്കുക, എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് തരിക. അപ്പം ഞാൻ ഇതിനു മുമ്പ് ചെയ്ത ചട്നിയുടെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നോക്കുക. അത് കോക്കനട്ട് ഫ്രീ, തേങ്ങ ഉപയോഗിക്കാത്ത തക്കാളി ചട്നിയുടെയും തേങ്ങ ഉപയോഗിച്ചുള്ള തക്കാളി ചട്നിയുടെ ഒക്കെ റെസിപ്പി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കുക. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് റണാസ് കിച്ചൺ. ബൈ ബൈ.